അപ്പോൾ നമ്മളത്തെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഒരു മധുരമുള്ളൊരു അച്ചാറാട്ടോ, സ്വീറ്റ് അച്ചാർ. ഇനി വേണ്ടത് മാങ്ങ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, പഞ്ചസാര, ഉപ്പ്. നമുക്ക് ചെയ്തു നോക്കാം. നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം. കുറച്ച് കടുകിടാം. കടുക് നല്ലോണം പൊട്ടട്ടെ. രണ്ടൊന്ന് ഉലുവ ഇടാം. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മാങ്ങ കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നമുക്കിതിൽ വേണ്ടത് പഞ്ചസാരയാണ്. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് അത്. നമുക്ക് ആവശ്യത്തിന് ഒരു 1 സ്പൂണ് മുളക് പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് കുറേ ദിവസം ഒരുക്കോട്ടെ, കേടുകൂടാതെ. ചപ്പാത്തി നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്മെല്ല്. ഇതിന് വേപ്പിലൊന്നും വേണ്ട കേട്ടോ, നമ്മൾ കടുക് ഉലുവ മാത്രം.
ഇതിൻ്റെ തന്നെ നമുക്ക് മാങ്ങയുടെ ചമ്മന്തിപ്പൊടിയും കൂടെ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ. നമുക്കിനി കുറച്ച് പഞ്ചസാരയും കൂടി ഇടണം. അപ്പോൾ ആ പുളിയും മധുരവും ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഇതാണ്, അച്ചാറാണ്. പഞ്ചസാരയ്ക്ക് ഇടുമ്പോൾ നല്ല സ്മെല്ലാണ്. കണ്ടപ്പോൾ എങ്ങനെയൊക്കെയാണ് അച്ചാർ? നല്ല ഹലുവ മാതിരി ഇരിക്കും. കുറേ നാളിരിക്കോട്ടെ ഈ അച്ചാർ, ഒത്തിരി നാളിരിക്കും. അതിൻ്റെ ടേസ്റ്റ് നോക്കാതെ അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഒരു 3 മാങ്ങ എടുത്ത കേട്ടോ. മാങ്ങ ഒരു പുളിയുണ്ട്, എന്നാലും ഇത്തിരി ചിലപ്പുള്ള മാങ്ങയായിരുന്നു. പക്ഷെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ടേസ്റ്റ്. എനിക്ക് ഇത്തിരി പഞ്ചസാരയും കൂടെ, എനിക്ക് ഇത്തിരി മധുരവും എരിവും എല്ലാം കൂടെ കൂടിയിരിക്കണം. ഒരു സ്പൂണ് 4-5 സ്പൂൺ പഞ്ചസാര ഇട്ടുണ്ട് കേട്ടോ. 6-7 സ്പൂൺ വരെ ഇടാം കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും ഇതിരിക്കും. ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടെ, ചൂട് ചോറിൻ്റെ കൂടെ. എന്ത് സ്മെല്ലാണെന്ന് അറിയാമത് ഉണ്ടാക്കുമ്പോൾ. എല്ലാവരും ട്രൈ ചെയ്യണേ. ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ ഞാൻ അടിപൊളി അച്ചാർ, അടിപൊളി. നല്ല ഹലുവ മാതിരിക്കണം കേട്ടോ. ഞങ്ങൾ ചൂടാറിയിട്ട് ചില്ലുപ്പിലിട്ട് വെച്ചാൽ, ഇതിപ്പോൾ എനിക്ക് കുറവ് വീഡിയോ ഒക്കെ വേണ്ടി ചെയ്തതാണ്. ഞാൻ ഇച്ചിരി അധികം ഉണ്ടാക്കി വയ്ക്കും. ഇത് നമുക്കൊരു അച്ചാറിൻ്റെ ബിസിനസ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഇതും പോയിക്കോളും. വാങ്ങുന്നുണ്ട് ആൾക്കാർ. ഞാനിത് വീഡിയോ കുറേയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം പിടിക്കും വീഡിയോ, അധികം മാങ്ങക്കൊക്കെ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഒരു മാങ്ങക്ക് ചെയ്ത് കാണിച്ചത്. ഇനി ഇതിൻ്റെ തന്നെ അച്ചാറുണ്ട് കേട്ടോ. ഇത് മാങ്ങ ചമ്മന്തിപ്പൊടി, നല്ല കീല് പോലെ. ചപ്പാത്തി ഉണ്ട് കേട്ടോ പറഞ്ഞ പോലെ. ഞാൻ ചപ്പാത്തിലൂടെ കഴിച്ച് കാണിക്കാം. ചപ്പാത്തിയുടെ കൂടെ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ്. നമുക്ക് ഇത്തിരി ചപ്പാത്തിയുടെ കൂടെ ഉണ്ടാക്കാം. നോക്കി നല്ല ഹലുവ മാതിരി ഇരിക്കും. ഭയങ്കര സ്മെല്ലാണ് ഇത്. എനിക്ക് ചപ്പാത്തിയോട് ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്യും. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഞ്ഞിയുടെ കൂടെയൊക്കെ, ചൂട് കഞ്ഞി, അച്ചാറ്, കുത്തിരി കഞ്ഞിയും അതിൻ്റെ അകത്ത് ഇത്തിരി നെയ്യും ഒഴിച്ച് ഈ അച്ചാറും കൂട്ടി കഴിച്ചോ കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 5 കിലോ മാങ്ങയ്ക്ക് ചെയ്യാൻ പോണേ. നാളെ ചെയ്യുള്ളൂ. ഇനി പുറത്ത് ഓർഡർ ഉണ്ടാവും. മധുരമുള്ള അച്ചാറൊക്കെ കുട്ടികൾ വാങ്ങിച്ച് കഴിക്കും. കുട്ടികളുള്ള വീട്ടിലൊക്കെ അവർക്ക് ഇഷ്ടമൊക്കെ 1/2 കിലോത്തിൻ്റെ ഉപ്പ്, 1/4 കിലോത്തിൻ്റെ ഉപ്പൊക്കെ പോകും. ഇപ്പം എല്ലാം ട്രൈ ചെയ്യട്ടോ. കിലോത്തിനൊക്കെ ചെയ്യുമ്പോൾ ഒരു 1 കിലോ പഞ്ചസാരയൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോഴേ അതിന് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. എരിവും പുളിയൊക്കെ നിൽക്കുള്ളൂ. അടുത്ത വീഡിയോ കാണാം. കുറച്ചും കൂടെ ട്രൈ ചെയ്യട്ടെ. അടുത്ത വീഡിയോ കാണാം.